ഹായ് ഹലോ, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. ഇത് ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് വേണ്ടത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറാണ്. അതില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? കവർ നന്നായിട്ട് നിവർത്തി അതിൻ്റെ ചുളിവുകളൊക്കെ മാറ്റിയ ശേഷം നമുക്കിതുപോലെ ഈ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഒന്നുകൂടെ നിവർത്തിയിട്ട് നമുക്ക് നമ്മുടെ വിരലുപയോഗിച്ച് ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടും. ആ ഷേപ്പാണ് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽ. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലുള്ള കുറേ അധികം പെറ്റൽസ് നമുക്ക് ചെയ്ത് വെക്കാനുണ്ട്. ഞാനിവിടെ കുറച്ച് വലിയ പെറ്റൽസും പിന്നെ ചെറിയ പെറ്റൽസും അങ്ങനെ പല ആകൃതിയിലുള്ള വലിപ്പത്തിലുള്ള പെറ്റൽസാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് വലിയ ഫ്ലവറും വേണം, ചെറിയ ഫ്ലവറും വേണമല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് വ്യത്യാസപ്പെട്ട രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആദ്യം കുറേ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ കുറേ അധികം പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിന് തണ്ടിന് ആവശ്യമായിട്ടുള്ള കെട്ടുകമ്പി ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ പെറ്റൽ വീതം ഇതുപോലെ അളവ് നോക്കിയ ശേഷം ഒരേ അളവിലുള്ള പെറ്റൽസ് തന്നെ വരത്തക്ക വിധത്തിൽ എടുക്കുക. നമ്മൾ പല വലിപ്പത്തിലെ പെറ്റൽസുകളാണല്ലോ വെട്ടി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരേ അളവിലുള്ള ഒരു 4-5 പെറ്റൽസ്, വലിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ 5 പെറ്റൽസ് എങ്കിലും വരത്തക്ക രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെറിയ പെറ്റൽസ് ഒരു 4 മതിയാകും. അപ്പോൾ നമുക്കിതുപോലെ ഫ്ലവറൊക്കെ ഒന്ന് നന്നായിട്ട് കെട്ടി ഉറപ്പിക്കാം. കെട്ടിയ ശേഷം നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ പിടിക്കണം. കുറച്ച് വലുതും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഏറ്റക്കുറച്ചിലായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യണേ. അതിനുശേഷം നമുക്കിതൊന്ന് കത്രിക ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ നമുക്ക് ഒന്ന് വിടർത്തി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് കൂടുതലായി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള തണ്ടാണ്. അതിന് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള കമ്പി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കമ്പിയിൽ ചുറ്റാനായിട്ട് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള ക്രേ പേപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ ടേപ്പ് ആയാലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ പഴയ കുറേ ക്രേ പേപ്പർ ഉണ്ട്. അപ്പം ഇതൊന്നും വേസ്റ്റാക്കി കളയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒട്ടിക്കുകയാണ്. നമുക്ക് വെട്ടി വെച്ചിട്ടുള്ള എല്ലാ പെറ്റൽസും ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കാവേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസിനെ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ എൻ്റെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇടയിൽ കിട്ടിയ സമയത്തിൽ ഞാനതും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒട്ടിച്ച് തന്നെ ഇതുപോലെ എടുക്കാം. ഇനി ഞാൻ കുറച്ച് പൂമൊട്ടുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പൂമൊട്ടുകൾ കൂടെ ഉണ്ടായിരുന്നാൽ കുറച്ചുകൂടെ ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂമൊട്ടുകൂടെ ചെയ്യാം. ഏതായാലും ഈ പ്ലാസ്റ്റിക്കൊക്കെ വെറുതെ കിടക്കുകയല്ലേ. അപ്പോൾ നമുക്ക് പൂമൊട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ കുറച്ച് നമ്മൾ വെട്ടി വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കവറുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ കുറച്ച് ഉണ്ട പോലെ ഇങ്ങനെ ആക്കിയെടുത്ത ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഗ്രീൻ കളറിലെ പേപ്പർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ടും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ടുകളിലേക്ക് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഈ തണ്ടിന് വേണ്ടിയിട്ട് ഈർക്കിളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പം നമുക്ക് ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുക്കാം. ഞാൻ ഒരു തണ്ടിൽ 3 മൊട്ടുകൾ വരുന്ന രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്ലവർ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവറുകളിൽ വെച്ച് ഏറ്റവും ചെറിയ പെറ്റൽ വെച്ച് ചെയ്തില്ലേ ഫ്ലവർ, ആ ഫ്ലവർ ആയിരിക്കണം ആദ്യം വെക്കുന്നത്. താഴോട്ട് പോകും തോറും വലിയ ഫ്ലവർ വെക്കണം. അപ്പം ഞാൻ 3 ഫ്ലവർ വരത്തക്ക രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 3 മൊട്ടും 3 ഫ്ലവറും കൂടുതലായിട്ടും ചെയ്യാം. അങ്ങനെ ഞാനിവിടെ ഫുള്ള് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 തണ്ടുകളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എത്ര തണ്ടിൽ വേണോ ചെയ്യാം. ഞാനിവിടെ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.